അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സവാള വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ചോറ് അതുപോലെ തന്നെ ചപ്പാത്തി അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ നൈറ്റാട്ടത്. അപ്പോൾ ദാ സവാള ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 സവാളയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂൺ ആട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചേർത്ത് കൊടുക്കാൻ ഇഷ്ടം അത്ര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത് മതി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിതിൽ കുറച്ചൊരു വിനാഗിരി ഒഴിച്ചു കൊടുത്തത് കേട്ടോ. കുറച്ചൊരു വെള്ളം പോലെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ 4-5 ടേബിൾ സ്പൂൺ വേണമെന്നൊന്നും കേട്ടോ വിനാഗിരി. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചെടുത്താലും മതി. അപ്പോൾ 2 പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1/2 ഇഞ്ച് കനത്തിൽ സവാള കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് കട്ടി കുറഞ്ഞിട്ടാട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതല്ലേ. അപ്പോൾ ഇതിമ്മ പെട്ടെന്ന് ഉപ്പും മുളകൊക്കെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാട്ടോ ചെയ്തത്. പിന്നെ അപ്പോൾ ഇത് ഇവിടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 5-10 മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പും മുളകും വിനാഗിരിയൊക്കെ സവാളമ്മ നല്ലതുപോലെ പിടിച്ച് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണക്ക് പകരമായിട്ട് നല്ലെണ്ണ ഒഴിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ഒരു 2-3 ടേബിൾ സ്പൂണെങ്കിലും ഇട്ട് കൊടുക്കേണ്ടതാട്ടോ. പക്ഷേ ഇവിടെ തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ. ഇനി കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൽ കുറച്ച് ഓയിൽ കുറവായി തോന്നിട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സവാള എല്ലാം അതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഉണ്ടാക്കിയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ്, അല്ലാതെ ടേസ്റ്റ് ഇല്ല എന്നല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ സവാള വെച്ചിട്ട് ഒരു അച്ചാറാട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും നല്ല ടേസ്റ്റ് ആട്ടോ. കിടിലൻ ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മളിത് വെറുതെ ഇരുന്ന് തന്നെ കഴിച്ചു പോകട്ടോ. അത്രക്കും ടേസ്റ്റ് അതിന്. കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനാണെങ്കിൽ ഇത് രാത്രി ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രാവിലെ ഇതെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചട്ടിയിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സവാള കുറച്ച് അങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായി തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് എടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉള്ളിയച്ചാർ ഞാൻ ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെ സവാള വെച്ചിട്ടുള്ള കിടുക്കാച്ചി ഐറ്റം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കിയാൽ മതി. പിന്നെ നമുക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കാൻ തോന്നും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിൻ്റെ അളവൊക്കെ കുറച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. 5 ടേബിൾ സ്പൂൺ എടുക്കണം എന്നൊന്നുമില്ല. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ തന്നെ ആ സവാള അതിൻ്റെ പുളിയൊക്കെ പിടിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.